ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ദേവി, എൻ്റെ മക്കൾക്കൊന്നും ഒരബദ്ധം സംഭവിക്കരുതേ, എൻ്റെ മോൻ കാരണം എൻ്റെ പെൺമക്കളുടെ ജീവൻ നഷ്ടമാകരുതേ, അവന് നല്ല ബുദ്ധി കൊടുക്കണേ ദേവി, അവനെ കാത്തോളണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നീട് കല്യാണിയും കാർത്തികയും കൂടെ അങ്ങോട്ട് വരികയാണ്. അവർ രണ്ടുപേരും വന്നതും പ്രാർത്ഥനയോടെ നെഞ്ചും അമർത്തിപ്പിടിച്ച് ഞൊണ്ടി വരുന്ന പ്രകാശനെയാണ് കണ്ടത്. അത് കണ്ടതും കല്യാണി, ദേചേച്ചി അച്ഛൻ നല്ല ശകുനമാണ്, നല്ല ശകുന ആയാൽ മതി എന്നും നമ്മുടെ കാർത്തിക. ഈ സമയം പ്രകാശൻ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് വരാം. മക്കളെ നിങ്ങൾ വന്നോ? നിങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്താ പ്രാർത്ഥിച്ചത്? മകൻ്റെ കൈകൊണ്ട് ഞങ്ങളൊക്കെ തീരണേന്നാണോ? അയ്യോ, ഒരിക്കലുമില്ല മക്കളെ, ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. ചെറുതായിട്ട് ദേ അച്ഛൻ്റെ മനസ്സിൽ ഒരു പേടിയുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നത് മക്കളെ, അല്ലാതെ വേറൊന്നുമല്ല. വേണ്ട, സ്വന്തം മകനെ കൂടെ കൂട്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഞങ്ങൾ എന്ത് കാര്യം ചെയ്തു മോളെ? ഞാനങ്ങനെ ആരെയും ഇതാക്കിയിട്ടൊന്നുമില്ല. അച്ഛനെന്തിനാ ജയിലിൽ നിന്ന് ഇറങ്ങിയ വിക്രത്തെ കൂടെ കൂട്ടിയത്? എൻ്റെ മോളെ, ഞാൻ നിങ്ങൾക്കെതിരെ രാഹുൽ തിരിയുന്നത് എന്തിനാണെന്നും അവൻ്റെ നീക്കങ്ങൾ എന്താണെന്നും അറിയാൻ അവൻ്റെ കൂടെ കൂടിയില്ലേ? അതേ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് വിക്രത്തിൻ്റെ കൂടെ കൂടിയിരിക്കുന്നതും. അല്ലാതെ നിങ്ങൾ അപകടപ്പെടുത്താനോ ഉപദ്രവിക്കാനോ അല്ല മക്കളെ. നിങ്ങൾ ചാകണമെന്ന് പ്രാർത്ഥിക്കാനോ അല്ല. നിങ്ങളെന്നും എന്നോടൊപ്പം ഉണ്ടാവണം. മോളെ കാർത്തികേ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കറിയാം ഇന്ന് കല്യാണി മോളുള്ളത് കൊണ്ടാണ് മോളൊക്കെ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നതെന്ന്. കാരണം കല്യാണി മോളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ഇതൊക്കെ ഒന്നും ചെയ്യില്ല. മറ്റേത് മക്കളാണെങ്കിലും മുഖം തിരിച്ചു പോകും. അത്രയ്ക്ക് ക്രൂരത ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും എന്നെ ഒന്ന് വെറുക്കുക പോലും ചെയ്യാതെ എൻ്റെ മോളെ എന്നെ ചേർത്ത് പിടിക്കുന്നില്ലേ? അങ്ങനെയുള്ളപ്പോൾ ഈ മോളുടെ ജീവൻ രക്ഷിക്കുകയെങ്കിലും ഞാൻ ചെയ്യണ്ടേ മോളെ? അതെൻ്റെ കടമയല്ലേ? ഞാനിവിടെ എപ്പോഴും വരും, എപ്പോഴും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? എൻ്റെ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ. എനിക്ക് ഈ പ്രാർത്ഥനയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. അച്ഛനൊന്നും ഓർത്തോ, അവനെ പുറത്തിറങ്ങി, അവൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അവൻ്റെ ജീവൻ അധികം വൈകാതെ തന്നെ നഷ്ടപ്പെടും. ഇനി അവൻ ജയിലിലേക്ക് പോകണോ, ഇനി പരലോകത്തേക്ക് പോകണമെന്ന് അവൻ്റെ പിന്നാലുള്ളവർ വേണം തീരുമാനിക്കാൻ. അത് കേട്ടതും അവൻ എങ്ങോട്ട് പോയാലും എനിക്കൊരു പ്രശ്നമില്ല മോളെ. അവൻ പോകുന്നത് വരെ നിങ്ങൾക്കൊരാപത്ത് സംഭവിക്കരുത്. അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി നിങ്ങൾ അവനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും അവൻ തീരാൻ പോകുന്നത്. എനിക്കത് നേരിട്ട് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് പ്രകാശം പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിന്നേ. അപ്പോൾ പ്രകാശം നിന്നു. അപ്പോൾ കല്യാണി പേഴ്സിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് പ്രകാശിൻ്റെ കയ്യിലേക്ക് നീട്ടോ. വേണ്ട മോളെ, അച്ഛന് കാശൊന്നും വേണ്ട, അച്ഛൻ്റെ കയ്യിലുണ്ട്. മോളന്ന് തന്നില്ലേ, അത് അച്ഛൻ്റെ കയ്യിലിരിപ്പുണ്ട്. അച്ഛനിപ്പോൾ ദൂർത്തടിക്കാറൊന്നുമില്ല, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല മക്കളെ, വേറെ ഒന്നും അച്ഛൻ്റെ മനസ്സിലില്ല. വയസ്സാം കാലത്ത് എൻ്റെ പെൺമക്കളുടെയൊക്കെ മുഖത്ത് നോക്കി കിടന്ന് മരിക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല മോളെ. എന്നാൽ അച്ഛൻ വരട്ടെ, നിങ്ങൾ സൂക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങ് പോവുക. അപ്പോൾ കല്യാണിയാണെങ്കിൽ പ്രകാശനെ നോക്കി നിൽക്കുക. കാർത്തിക അങ്ങുള്ളിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയം പ്രകാശനും തിരിഞ്ഞു നോക്കിയിട്ട് ശരി മക്കളെ എന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം സങ്കടത്തോടെ കല്യാണിയും അകത്തേക്ക് പോവുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ വീട്ടിലെത്തിയതും ഗേറ്റ് തുറന്ന് അകത്ത് കയറി പ്രകാശൻ അവിടെയൊക്കെ നോക്കുക. വിക്രത്തെ കാണാനില്ല. മോനെ വിക്രം, എടാ വിക്രമാ എന്നും പറഞ്ഞ് വിളിക്കുക. പക്ഷെ വിക്രം എവിടെയില്ല. ഇവനിതെവിടെയാണ് പോയത്? ഈശ്വര, ഇനി എൻ്റെ മോക്ക് എന്തെങ്കിലും, എൻ്റെ ദൈവമേ, എൻ്റെ ദേവി, എൻ്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കരുതേ. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ ഇറങ്ങിയത് എന്തിനാണെന്ന് എനിക്കറിയാം. അവരെ കൊല്ലാനാ. അവർക്കൊരാപത്ത് സംഭവിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ കൊല്ലാനുള്ള മനസ്സ് നീ എനിക്ക് തരണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശൻ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുക. കാരണം വിക്രത്തെ കാണാണ്ട് പേടിച്ചിട്ട്. ഈ സമയം കല്യാണിയും കാർത്തിക അമ്പലത്തിൽ നിന്നും പ്രാർത്ഥിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി അങ്ങനെ കാറിൽ കയറി പോവുക. എന്തായാലും നമ്മുടെ അച്ഛനെ വിശ്വസിക്കേണ്ട കല്യാണി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയാൾ വിക്രത്തിൻ്റെ കൂടി മനസ്സ് മാറുമെന്നാ എൻ്റെ ടെൻഷൻ. അത് കേട്ടതും എനിക്ക് തോന്നുന്നില്ല ചേച്ചി, എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞത് തന്നെയാണ് സത്യം. നമ്മളെ അവൻ കൊല്ലാതിരിക്കാൻ, അവൻ്റെ കൂടെ ചേർന്ന് അവൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും അച്ഛൻ അവിടെ നിൽക്കുന്നത്. അത് കേട്ടതും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ സൂക്ഷിച്ചേ മതിയാവും, ഇല്ലെങ്കിലേ പ്രശ്നം വേറെയാവും. എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെയോടൊപ്പം അയാൾ നിൽക്കൂ.
കാരണം അവനെന്ന് വെച്ചാൽ അയാൾക്ക് ജീവനല്ലേ, അവനെ അയാൾ വളർത്തിയത് വഷളാക്കിയതൊക്കെ അയാൾ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കുറ്റബോധവും അയാൾക്കുണ്ടാവും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും കണ്ണു അടച്ച് നമ്മൾ ആരും വിശ്വസിക്കരുത്, അത് വലിയ ആപത്ത് ചെന്ന് അവസാനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക് ഉപദേശിക്കണം. എന്നിട്ട് ഒരു കാറിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം സ്റ്റെഫിയാണ് കാണിക്കുന്നത്. ഇതാണ് പറ്റിയ അവസരം, അവളെ രണ്ടുപേരെയും വിളിച്ചു വരുത്തണം, എന്നിട്ട് രണ്ടുപേരെയും അങ്ങ് ഒറ്റയടിക്ക് തീർക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും ഞാനത് വിട്ടുകൊടുക്കില്ല. എൻ്റെ ഗംഗയുടെ ജീവിതം തകർത്തവളാ കാർത്തിക. അവളെയും വിക്രത്തിൻ്റെ ജീവിതം തകർത്ത കല്യാണിയെയും രണ്ടുപേരെയും ഒരുമിച്ച് തീർക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അവിടെ ഇങ്ങനെ നിൽക്കുക സ്റ്റെഫി. ഈ സമയം നമ്മുടെ കല്യാണിയും കാർത്തികയും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റെഫി ഫോൺ എടുത്തു. ഹലോ കല്യാണി. എന്താ മാഡം? പറഞ്ഞോ മാഡം. മാഡം എന്താ മാഡം? മാഡം പറഞ്ഞോ മാഡം. അതെ, തിരക്കാണോ? തിരക്കൊന്നുമില്ല മാഡം, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി വരുമായിരുന്നു. എന്നാലേ ഞാൻ ഒരു സ്ഥലത്ത് വീട് കെട്ടണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ പ്ലോട്ടിലുണ്ട്. ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണാമായിരുന്നു. അത് കേട്ടതും അയ്യോ മാഡം, ഞാനിപ്പോൾ എൻ്റെ ചേച്ചിയോടൊപ്പം ഒറ്റയ്ക്കേ ഉള്ളൂ, ഭർത്താവില്ലല്ലോ. അത് സാരമില്ല മാഡം, കല്യാണി കണ്ടാലും മതി, ഒന്ന് വാ ഇവിടം വരെ, എന്തായാലും കണ്ടേച്ച് പോകാമല്ലോ. അത് കഴിഞ്ഞ് കിരണിനെയും കൂട്ടി വന്ന് കണ്ടാൽ മതിയല്ലോ. എന്നാൽ ശരി മാഡം, ഞങ്ങൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഫോൺ കട്ട് ചെയ്യുക. എന്താ കല്യാണി? പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ സ്റ്റെഫി മാഡം, അവരാ വിളിച്ചത്. അവരാ പ്ലോട്ടിൽ നിൽക്കുവാന്ന്, ഒന്നവിടം വരെ ചെല്ലാൻ പറഞ്ഞു. നമുക്ക് പോയിട്ട് വന്നാലോ ചേച്ചി? ശരി കല്യാണി, പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവുക. ഈ സമയം സ്റ്റെഫി അവിടെ കാത്തു നിൽക്കുക. അപ്പോൾ കല്യാണിയും കാർത്തികയും അവിടെ എത്തി. ഇതേ സമയം വിക്രത്തെയാണ് കാണിക്കുന്നത്. വിക്രം കൂട്ടുകാരോട് പറയുക, എടാ അവളുമാരെവിടെയുണ്ടെന്ന് വ്യക്തമായ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവളുമാരുടെ പിന്നാലെ പോകണം. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇന്നത്തോടെ രണ്ടിനെയും പരലോകത്തേക്ക് അയക്കണം. നിങ്ങളെൻ്റെ കൂടെ നിൽക്കുമല്ലോ അല്ലേ? നിൽക്കൂടാ, ഉറപ്പായിട്ട് നിൽക്കും. എന്നാൽ പിന്നെ വാടാ പോകാം. ഇന്നത്തോടെ അവളുമാരുടെ കഥ കഴിച്ച് എനിക്ക് സന്തോഷത്തോടെ തിരിച്ച് ജയിലിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ 4 പേരും കൂടെ വണ്ടി കയറി പോവുക. ഈ സമയം കല്യാണിയും കാർത്തികയും അവിടെ എത്തി. ഹായ് മാഡം. ഹായ് കല്യാണി, വാ, ഇതാണ് സ്ഥലം. എങ്ങനെയുണ്ട്? സ്ഥലം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സ്ഥലമാണ് മാഡം. ടൗണിൽ നിന്ന് അടുത്താണല്ലോ, അതുകൊണ്ട് വർക്കൊക്കെ ചെയ്യാൻ വരാൻ ഈസിയാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ VIP-കളുടെ വീടുകളും ഉണ്ട്, അതുകൊണ്ട് സ്ഥലത്തിന് നല്ല വിലയും വരും. പിന്നെ എന്തായാലും മാഡം വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലം കൊള്ളാം, നല്ല രസം, നല്ല വിലയുള്ള സ്ഥലമൊക്കെ ആണല്ലോ മാഡം. എന്തായാലും മാഡത്തിൻ്റെ കാര്യം സക്സസ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം ഇങ്ങനെ നിൽക്കുക. പിന്നെ എൻ്റെ കമ്പനിയും ഇവിടെ നിന്ന് കുറച്ച് അടുത്താണ്, ഫുഡ് പ്രൊഡക്റ്റാണ്, കാർത്തിക ഫുഡ്സ്. അത് കേട്ടത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അവിടുത്തെ അച്ചാറുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം പിന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചേച്ചി അപ്പം തന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചേരും. അത് കേട്ടതും അതെനിക്കറിയാമല്ലോ, നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല കമ്പനിയാണ്. നിന്നെ എനിക്ക് നേരത്തെ അറിയാലോടി, എൻ്റെ ഗംഗയുടെ പൈസ വെച്ച് നീ കമ്പനിയും അതും ഇതൊക്കെ തുടങ്ങിയത്, അതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കൂടി എന്നും സ്റ്റെഫി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇവിടെ വീട് വയ്ക്കണം എങ്ങനെയെന്നൊക്കെ ആലോചിച്ചോ, ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞോ. നിങ്ങൾ വർക്കിന് വരുമല്ലോ, സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടാലല്ലേ അഡ്വാൻസ് മേടിക്കുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ കല്യാണിയെ വിളിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എനിക്കിഷ്ടമായി മാഡം, കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫി കല്യാണിയും കാർത്തികയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഓരോരോ കാര്യങ്ങൾ. മാഡത്തിന് എന്തെങ്കിലും ഫുഡ് പ്രൊഡക്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. വിളിച്ച് ഓർഡർ ചെയ്താൽ കൊണ്ടുവന്ന ആൾക്കാർ വീട്ടിൽ ഡെലിവറി ചെയ്യും. ഓക്കെ കാർത്തികേ. അല്ല പിന്നെ രണ്ടുപേരും ബിസിനസ്സുകാരാണല്ലേ ചേച്ചി അനിയത്തിയും? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു മാഡം, നിങ്ങളുടെയൊക്കെ കാരണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് സന്തോഷത്തോടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം വിക്രമും കൂട്ടുകാരും ബൈക്കിൽ നിന്നും ഇറങ്ങി അതിനുശേഷം അങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുക. സ്ലോ മോഷനിലുള്ള വിക്രത്തിൻ്റെ വരവ് കണ്ട് നമ്മുടെ കല്യാണിയും കാർത്തികയും ഞെട്ടലോടുകൂടെ നോക്കുക. ഒരു നിമിഷം പകച്ചുപോയ ഒരു സമയം എന്ത് ചെയ്യണമെന്നറിയില്ല. കല്യാണിയും കാർത്തികയും വിക്രത്തെ തുറിച്ചു നോക്കുക. ഈ സമയമാണെങ്കിൽ സ്റ്റെഫിക്ക് ചിരി വരിക.
ആ എത്തിയടാ, നമ്മൾ ആഗ്രഹിച്ച ആൾക്കാരെത്തി. രണ്ടിനെയും ഇതോടുകൂടെ തീർത്തിട്ട് പോയാൽ മതിയായിരുന്നു എന്നാലോചിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കല്യാണിയോട് ആരൊക്കെയാ അവര് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും കല്യാണി വിക്രത്തെ തന്നെ തുറച്ചു നോക്കുക. ഈ സമയം വിക്രം അടുത്തേക്ക് ചെന്നു. ഞാൻ പരോളിന് ഇറങ്ങിയടി. ഞാൻ ഇറങ്ങിയത് എന്തിനാണെന്നറിയാമോ? വീണ്ടും തിരിച്ച് വെറുതെ ജയിലിലേക്ക് പോകാനല്ല, പുറം ലോകം കാണാനുമല്ല. എൻ്റെ ശത്രുക്കളായ എന്നെ ജയിലിലാക്കിയവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ, അവര് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ തീർക്കാൻ, അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാടി. എങ്ങനെയായിരുന്നു? വിക്രം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, പിന്നെ സമാധാനത്തോടെ ജീവിക്കാം. നിന്നെയൊക്കെ കൊന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജയിലിലേക്ക് പരോള് കഴിഞ്ഞ് തിരിച്ചുപോയി അവിടെയുള്ളവരെ കൂടെ പറഞ്ഞ് സന്തോഷിപ്പിക്കാനടി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നീയൊക്കെ എങ്ങോട്ട് നീങ്ങിയാലും നിൻ്റെയൊക്കെ അഡ്രസ്സും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. നീ എവിടെ പോയാലും നിൻ്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടും. അതുകൊണ്ട് നീ വിചാരിച്ചതൊന്നും നടക്കില്ല മോളെ. ഇനി നിന്നെ രക്ഷിക്കാൻ ആ ദൈവം തമ്പുരാന് പോലും കഴിയില്ല. നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്. കൊന്നിട്ടേ പോകൂ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൈ കൊണ്ട് തന്നെ തീരും. അത് കേട്ടതും കല്യാണിയും കാർത്തികയും പേടിച്ചു. അപ്പോൾ സ്റ്റെഫി, ആരാ ഇവരൊക്കെ? ആരാ? എന്ത് വേണം എന്ന് ഒന്നും അറിയാത്ത പോലെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുക. ഈ സമയം നിങ്ങളും മിണ്ടാതെ മാറി നിന്നോ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പുറകിൽ നിന്നും ഒരു ഇരുമ്പ് വടിയെടുത്തതിന് ശേഷം കല്യാണിക്ക് നേരെ ഇങ്ങനെ കാണിക്കുക. ദേ കണ്ടോ, ഈ വടി കണ്ടോ? ഈ വടി കൊണ്ട് നിൻ്റെയൊക്കെ തലക്കടിച്ച് നിന്നെയൊക്കെ മുകളിലേക്ക് അയക്കാൻ പോവുക ഞാൻ. അങ്ങനെ അയച്ചു കഴിയുമ്പോൾ നീയൊക്കെ പിന്നെ ഇനി ഈ ലോകത്തേക്ക് വരില്ലല്ലോ. സമാധാനത്തോടെ ജയിലിൽ പോയി എനിക്കും തൂക്കുകയറി തൂങ്ങാം. അതിനു വേണ്ടിയാടി ഞാൻ പുറത്തിറങ്ങിയത്. പരോളിനിറങ്ങുന്ന ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, നിന്നെയൊക്കെ പരലോകത്തേക്ക് അയക്കാനുള്ള ശക്തി എനിക്ക് തരണേന്ന്. അതിന് എനിക്ക് പാളിപ്പോകരുതേന്ന്. അങ്ങനെ പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ശക്തൻ. ഇന്നത്തോടെ നീ തീർന്നിരിക്കും. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവസാനിപ്പിക്കൂടി എന്നും പറഞ്ഞുകൊണ്ട് ആ ഇരുമ്പ് വടി ഇങ്ങനെ തൂക്കി കല്യാണി അടിക്കാൻ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരൊറ്റ ചവിട്ട് കിട്ടിയതും വിക്രമും ഇരുമ്പ് വടിയും തെറിച്ചു പോയി കിടക്കുന്നതാ അവിടെ. അത് കണ്ടതും കല്യാണിയും കാർത്തികയും ഞെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കുക. വേറെ ആരുമല്ല, അത് കിരണായിരുന്നു. കിരണിൻ്റെ വരവ് കണ്ടതും ഇത്തിരി ശ്വാസവും നേരെ വീണു. ഈ സമയം കല്യാണി കിരണേട്ട എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോഴേക്കും വിക്രം വീണ്ടും ചാടി എഴുന്നേറ്റ് വന്നു. വീണ്ടും വിക്രത്തെ ഇടിച്ചിടിച്ചൊരു പരുവാക്കി. ഈ സമയം വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാരും കിരണിനെ ഇടിക്കാൻ ശ്രമിക്കുക. ജിമ്മനല്ലേ, ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ചു. എടാ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണിൻ്റെ നേരെ പാഞ്ഞു വന്നവരൊക്കെ കിരൺ അടിച്ച് തകർത്ത് തെറിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഈ സമയം വീണ്ടും ശക്തനായി എഴുന്നേറ്റ് കല്യാണിയെ കൊല്ലണം എന്ന ലക്ഷ്യത്തോടെ ഇരുമ്പ് വടിയും കൊണ്ട് വീണ്ടും വന്നു വിക്രം. അപ്പോൾ കിരൺ വീണ്ടും ചവിട്ടി. വിക്രം തെറിച്ചു പോയി വീണു. ഈ സമയം വീണ്ടും വിക്രം ചാടി എഴുന്നേറ്റു. എന്നിട്ട് കിരണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എടാ കിരണേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയും കാർത്തികയൊക്കെ വിളിക്കുക. ഈ സമയമാണെങ്കിൽ വിക്രം കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരൺ പെട്ടെന്ന് തന്നെ വിക്രത്തിൻ്റെ കൂമ്പിനിട്ടൊരൊറ്റ ഇടി. ആ ഒരു ഇടി കൊണ്ടതും വിക്രത്തിൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്ന പോലെ ആയിപ്പോയി. വിക്രം നക്ഷത്രം എണ്ണി. അപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞ വിക്രത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വീണ്ടും കുത്തി വയറിലും നെഞ്ചിലും ഒക്കെ നല്ല പരിക്കേൽപ്പിച്ചു. അവസാനം വിക്രത്തിനൊരൊറ്റ ചവിട്ട് കൊടുത്ത് അവിടെ താഴെ കിടത്തി. എന്താടാ നീ കരുതിയേ? നീ പരോളിനിറങ്ങിയപ്പോൾ തന്നെ നിൻ്റെ പിന്നാലെ ആളുണ്ടടാ. അതറിയാതെയാണ് നീ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നത്. എടാ, നീ കല്യാണിക്ക് പിന്നാലെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഫോണ് വന്നു. കല്യാണിക്ക് നേരെ നീ തിരിഞ്ഞപ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞടാ. ഇനി നീ എന്താ ചെയ്യുന്നേ? നിന്റെ കൊലവെറി അടങ്ങിയില്ലല്ലേടാ. കൊലയാളികളുടെ മനസ്സും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്ന നിന്നെയൊക്കെ പച്ചക്ക് കത്തിക്കുക വേണ്ടത്. എന്ത് ചെയ്യണം കിരണേട്ടാ ഇനി ഇവനെ? അത് തന്നെ കല്യാണി ഞാനും ആലോചിക്കുന്നത്. ഇനി ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. പരോള് കഴിയുന്നവരെ ഇവൻ അടങ്ങിയിരിക്കില്ല. ഇവൻ്റെ കയ്യും കാലും കൂമ്പും ഒക്കെ ഒന്ന് കലങ്ങിയിട്ടുണ്ട്. എല്ല് മുഴുവനും ഒടിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവനെ ആക്കണം. അതിനുശേഷം
ഇവൻ ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവനെ ആശുപത്രി വിടാവും. അന്നേ ദിവസമേ ഇവനെ ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടാവും. അതുവരെ ഇവൻ ആശുപത്രി കിടക്കട്ടെ. എഴുന്നേക്കട ഇങ്ങോട്ട്, എഴുന്നേറ്റ് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തെ പൊക്കിയെടുക്കുക. അപ്പോൾ സ്റ്റെഫി ചോദിക്കുക, ആരാ, എന്താ ഇവിടെ സംഭവിച്ചത്? സ്റ്റെഫിയും ആ ഇടിക്കിടയിലൊന്ന് തെറിച്ച് വീണായിരുന്നു കേട്ടോ. അത് പിന്നെ മാഡം, ഞങ്ങൾക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട്. കിരണേട്ടാ, ഇതാണ് സ്റ്റെഫി മാഡം പുതിയ ഓർഡർ തന്നത്. സോറി മാഡം, ഇവിടെ നടന്നൊന്നും കാര്യമാക്കണ്ട, ബിസിനസ്സുകാരല്ലേ, അപ്പോൾ പല ശത്രുക്കളും ഉണ്ടാവും, മാഡം പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ വിക്രത്തെ തൂക്കിയെടുത്തുകൊണ്ട് പോവുക. ഈ സമയമാണെങ്കിൽ സ്റ്റെഫി ചിരിക്കുക. അപ്പോൾ നമ്മുടെ കല്യാണി സ്റ്റെഫിയോട്, മാഡം പേടിക്കണ്ട, മാഡത്തിന് നല്ല വീട് വെച്ച് തരാം. ഞാൻ എന്തായാലും കിരണേട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുക. എല്ലാം പ്ലാൻ ചെയ്തിട്ട് മാഡം വിളിച്ചാൽ മതി. ശരി, ഞാൻ വിളിച്ചേക്കാം. കല്യാണി പോയി കഴിഞ്ഞതും കാർത്തികയും സ്റ്റെഫിയോട് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ഈ സമയം അവരെല്ലാവരും പോയി. എല്ലാവരും പോയി കഴിഞ്ഞതും ഒറ്റയ്ക്ക് നിന്ന് സ്റ്റെഫി ആലോചിക്കുക, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? എൻ്റെ ദൈവമേ, വന്ന ജിമ്മൻ ഒരു 1.5 ഇടിക്കാരനാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് സ്റ്റെഫി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.